ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചും ഇസ്രയേലിനെ കടന്നാക്രമിച്ചും അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് സമാപനം. മധ്യസ്ഥ രാജ്യത്തെ ആക്രമിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന നടപടിയെന്ന് സംയുക്ത പ്രസ്താവന. അറബ് സൈനിക സഖ്യത്തെക്കുറിച്ച് സംയുക്ത പ്രസ്താവനയിൽ പരാമർശമില്ല. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഉച്ചകോടിയാണ്, പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായ ഉച്ചകോടിയാണ്. അതിന് സമാപനമാകുമ്പോൾ എങ്ങനെയാണ് ഉച്ചകോടിയെ പൊതുവായി വിലയിരുത്തേണ്ടത്? നേതാക്കളുടെ സംയുക്ത പ്രസ്താവന, ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണം, ഇസ്രയേലിനെ കടന്നാക്രമിച്ചുള്ള അതിരൂക്ഷമായി വിമർശിച്ചുള്ള പ്രതികരണങ്ങൾ, എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ ജിഷ്ണു രവീന്ദ്രൻ? സംയുക്ത പ്രസ്താവന നോക്കൂ റിജിത്ത്, പുറത്തു വരുന്നതോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കിയതുപോലെ ഒരു സംയുക്ത സൈനിക നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടാകില്ല എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് നേരത്തെ തന്നെ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഈജിപ്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു നാറ്റോ മോഡലിൽ ഒരു സംയുക്ത സൈനിക നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടായാൽ മാത്രമേ ഇസ്രായേൽ ഒരുപടി പിന്നോട്ട് നിൽക്കുകയുള്ളൂ എന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായ പ്രകടനം ഇറാഖിൻ്റെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു പരാമർശം പ്രസ്താവനയിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് പരാമർശങ്ങളാണ് അതിലുള്ളത്. അതിലൊന്ന്, നേരത്തെ പലസ്തീൻ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് പലസ്തീൻ്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ ആണ്, പലസ്തീനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് 1967 പലസ്തീൻ അതിർത്തി അംഗീകരിച്ച് ഇസ്രായേലി സൈന്യം പിൻവാങ്ങണം, എല്ലാ തരത്തിലുമുള്ള യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേലി സൈന്യം പിൻവാങ്ങണമെന്ന ആവശ്യം മുഹമ്മദ് അബ്ബാസ് ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഈ പ്രദേശത്ത്, പലസ്തീൻ പ്രദേശത്ത് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്ന രീതിയിലേക്കൊരു സമ്മർദ്ദം ചെലുത്താൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കണമെന്ന ആവശ്യവും ഉണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ലോകം മുഴുവൻ ഖത്തറിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും, മുന്നോട്ട് നമ്മൾ എടുക്കുന്ന ഓരോ പടിയെക്കുറിച്ചും ഒരു റോഡ് മാപ്പ് തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം ഖത്തർ ഉച്ചകോടിക്കുണ്ട്. അത് തയ്യാറാക്കണമെന്ന ആവശ്യം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൂടി അത്തരത്തിലൊരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടില്ല ഖത്തർ ഉച്ചകോടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ അതേ സമയത്ത് ശക്തമായ വിമർശനങ്ങളും ശക്തമായ നിരീക്ഷണങ്ങളുമായി രാജ്യതലവന്മാർ രംഗത്തെത്തി എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഇതിൽ കാണേണ്ടത്. ഖത്തറിന് എല്ലാവിധ ഐക്യദാർഢ്യവുമാണ് ഈ രാജ്യങ്ങൾ നൽകുന്നത്. അതായത് ഖത്തർ ഇനി മുന്നോട്ട് ഏത് രീതിയിൽ പ്രതികരിച്ചാലും, ഇസ്രായേലിനെതിരെ ഏത് രീതിയിൽ പ്രതികരിച്ചാലും പൂർണ്ണമായ പിന്തുണ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഈ രാജ്യങ്ങൾ വരികയാണ്. അതുമാത്രമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 2020 ബഹ്റൈനും അതുപോലെ UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ഒപ്പിട്ട ഒരു കരാറുണ്ട്. അത് അബ്രഹാം അക്കോർഡ്സ് അഥവാ അബ്രഹാം ഉടമ്പടി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ ഉടമ്പടി പ്രകാരം ഒരു ബന്ധം ഇസ്രായേലുമായി ഈ രാജ്യങ്ങൾക്കുണ്ട്. അതിൻ്റെ മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയായിരുന്നു. ഈ ബന്ധത്തെ പോലും തകർക്കുന്ന രീതിയിൽ ഒരു സൈനിക നീക്കം ഉണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ എല്ലാവിധ ആശങ്കകൾക്കും അല്ലെങ്കിൽ എല്ലാ ആകാംക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് ഖത്തറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു, ഖത്തർ ഉച്ചകോടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അതിൽ അത്തരമൊരു നീക്കമില്ല. എന്നാൽ ഖത്തറിന് ഏത് തരത്തിലും തിരിച്ചടിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തർ പ്രധാനമന്ത്രി നടത്തിയ പ്രധാനപ്പെട്ട ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഖത്തർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാവും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത്. അതിന് എല്ലാവിധ പിന്തുണയും അറബ് രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകും. റിജിത്ത്, ശരി. ജിഷ്ണു രവീന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഖത്തറിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ, ഇസ്രയേലിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ഖത്തറിന് തീരുമാനമെടുക്കാം. അതിനുള്ള പൂർണ്ണ പിന്തുണ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ഉച്ചകോടി വാഗ്ദാനം ചെയ്യുന്നത്. ജിഷ്ണു രവീന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.